Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna. Sigma Electronics Gallery Edavanna Edavannapara Arikod Manjeri Nilambur. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ, എടവണ്ണ. മലപ്പുറം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് 1.5 വർഷം മുൻപ് തന്നെ UDF സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നെന്ന് PK ബഷീർ MLA. കേസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് മലപ്പുറം ജില്ലയെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രൈം റെക്കോർഡുള്ള ജില്ലയാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തിയതെന്നും MLA പറഞ്ഞു. ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുഖ്യമന്ത്രി മൗനം അവസാനിപ്പിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. മലപ്പുറം ജില്ലയെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈം റെക്കോർഡുള്ള ജില്ലയാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയത്. മുൻ SP സുജിത് ദാസും ഇപ്പോഴത്തെ SP ശശിധരനും ശ്രമിച്ചത് അതിനുവേണ്ടിയാണെന്നും PK ബഷീർ MLA പറഞ്ഞു. ഈ വിഷയങ്ങൾ UDF നേരത്തെ ഉന്നയിച്ചതാണ്. എന്നാൽ അവസാനം ഭരണകക്ഷി MLAക്ക് വരെ എല്ലാം തുറന്നു പറയേണ്ട അവസ്ഥയാണ് വന്നത്. ഇപ്പോൾ കൂടുതൽ ആരോപണങ്ങൾ പുറത്തു വരികയാണ്. ഇതിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനാവാതെ സർക്കാർ മുഖം രക്ഷിക്കുകയാണ് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിലൂടെ നടത്തിയതെന്നും MLA പറഞ്ഞു. ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുഖ്യമന്ത്രി മൗനം അവസാനിപ്പിക്കണമെന്നും PK ബഷീർ MLA എടവണ്ണയിൽ പറഞ്ഞു. ജില്ലയിലെ SP സുജിത് ദാസിനെ പറ്റിയും ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറ്റിയും മുസ്ലിം ലീഗും കോൺഗ്രസും അടക്കമുള്ള UDF നിരപക്ഷ പാർട്ടികളും MLAമാരും 1.5 കൊല്ലം മുമ്പ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അന്ന് തുടർന്ന് ഇങ്ങനെ കേസുകൾ എടുക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എല്ലാം SP-യുടെ ഒരു അപ്രമാദിത്വമായിരുന്നു. അവസാനം ഭരണകക്ഷിക്ക് തന്നെ ഗത്യന്തരമില്ലാതെ ആയപ്പോൾ ഭരണകക്ഷി MLAമാർക്ക് വരെ തുറന്നു പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. സുജിദാസിനെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കി. പരമ്പരകളില്ലായിരുന്നു പത്രങ്ങളിൽ. ചന്ദ്രിക പത്രം തന്നെ പരമ്പര ചെയ്തില്ലായിരുന്നു. അതിന് പുറമെ അവിടെ യൂത്ത് ലീഗും MSFും ലീഗും SP ഓഫീസിലേക്ക് അതുപോലെ തന്നെ മറ്റ് ജാഥകളും കാര്യങ്ങളൊക്കെ നടത്തിയില്ലായിരുന്നു. അവിടെ ഏതൊരു ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈം റെക്കോർഡുള്ള ഒരു ജില്ലയാക്കി മാറ്റാനുള്ള ഒരു ഗൂഢ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ജില്ലയിൽ വന്ന കഴിഞ്ഞ പോലീസ് SPയും ഇപ്പോഴത്തെ പോലീസ് സൂപ്രണ്ടും ഒക്കെ ഡ്രൈവ് എന്ന് പറഞ്ഞുകൊണ്ട് കേസുകളുടെ എണ്ണം കൂട്ടുന്ന ഒരു പ്രവണതയിലേക്ക് പോയത്. അത് എല്ലാവരും ശക്തമായി പ്രതികരിച്ചു. ഇപ്പം അതിന് നിമിത്തമായി ഭരണകക്ഷിയിലെ ഒരു MLA തന്നെ പറഞ്ഞപ്പോഴാണ് സർക്കാർ ഇപ്പൊ ഒരു കൂടുതൽ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആരോപണങ്ങൾ നമ്മൾ സർക്കാരിന് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഇവിടെ ഈ വരുന്ന ശനിയാഴ്ച മുസ്ലിം ലീഗ് പാർട്ടിയുടെ MLAമാരുമായിട്ടൊക്കെ മാർച്ച് വെച്ചിരുന്നു. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് ഒക്കെ മാർച്ചുകളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചു. അപ്പൊ ഒരു ബഹുജന രോഷം വന്നു. അതില് ഭരണ പ്രതിപക്ഷമില്ലാതെ എല്ലാവരും പോലീസിനെതിരായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജില്ലയിലുണ്ടായി. അതിന് സർക്കാർ ഒന്ന് കണ്ടു തുറന്ന് താൽക്കാലികമായി എല്ലാവരും ഒന്ന് സ്ഥലം മാറ്റി. ADGP-ക്കെതിരായ പ്രതിഷേധം ഉന്നയിച്ച ആരോപണ ഗൗരവമാണല്ലോ. അത് ആരുമായി ചർച്ച നടത്തി, എന്തിനുമായി ചർച്ച നടത്തി എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. സർക്കാർ നിയോഗിച്ചിട്ടാണോ? മുഖ്യമന്ത്രി മൗനം വെടിച്ച് കാര്യം വ്യക്തമാക്കണം. Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna. Sigma Electronics Gallery Edavanna Edavannapara Arikod Manjeri Nilambur. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ, എടവണ്ണ.